കല്യാണം വേണ്ടാന്ന് പറഞ്ഞാൽ ആ സമയത്ത് വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം ആലോചിച്ചിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കല്യാണം വരെ സംസാരിച്ച് എത്തി നടക്കാതെ പോയിട്ടൊക്കെ ഉണ്ട്. ഞാനങ്ങനെ കല്യാണ വിരോധിയൊന്നുമല്ല. നമ്മൾക്ക് കല്യാണം കഴിക്കാനുള്ളൊരു പക്വതയും നമ്മൾക്ക് ഓക്കെ ഇയാളെ എനിക്ക് സഹിക്കാൻ പറ്റും, അയാൾക്ക് എന്നെ സഹിക്കാൻ പറ്റും എന്നുള്ളൊരു പക്വത നമുക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങനെ ആണെങ്കിൽ കഴിക്കാം, പറ്റിയ ഒരാളെ കിട്ടുകയാണെങ്കിൽ കഴിക്കാം. അതല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്, അതല്ലാണ്ട് കല്യാണ വിരോധിയൊന്നുമല്ല. ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അത് വർക്കായില്ല എന്നുള്ളതാണ്. അല്ലെ, പലപ്പോഴും നമ്മളെ അമ്മമാരൊക്കെ പറഞ്ഞു വരുമല്ലോ, നമ്മളൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യണം എന്ന് പറയുമല്ലോ. ഈ അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും ആ ബന്ധത്തിൽ. അല്ല, അത് അഡ്ജസ്റ്റ്മെൻറ്റ് കോംപ്രമൈസ് എന്നല്ല, അത് നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാ റിലേഷൻ, ഇപ്പോൾ കല്യാണം മാത്രമല്ല, ഇപ്പം നമ്മൾ അമ്മോടാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇഷ്ടപ്പെടില്ല, നമ്മൾ വഴക്കുണ്ടാവും, ഡിസഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ അനിയത്തി ആണെങ്കിലോ ഫ്രണ്ട്സ് ആണെങ്കിലോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റുക, അതിന് നമ്മുടെ ഒരു കംഫർട്ട് സോൺ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് പ്രധാനം. അതല്ലാണ്ട് ഞാൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല എനിക്ക് അങ്ങനെയല്ല.